ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇലക്ഷൻ ഡേ ആണ്. ഇന്നെല്ലാവരും വോട്ടിടാൻ പോയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനും എൻ്റെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് പോവുകയാണ്. നമുക്ക് വന്നിട്ട് വോട്ട് ഞാൻ പഠിച്ച സ്കൂളിലാണ്, ഗവൺമെൻറ് പാളയംകുന്ന് GHSS അവിടെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം ഞാൻ അനിയത്തിയെയും കൂട്ടി, അതായത് അളിയൻ്റെ വീട്ടിൽ പോയി അനിയത്തിയെയും കൂട്ടിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഇപ്പോൾ സമയം വന്നിട്ട് 10 മണിയായിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പോകണം. സുല എവിടെയുണ്ട്? സുല എവിടെ? അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടാ. കുറച്ച് ലോഡ് സാധനങ്ങൾ ഉണ്ട്. ഇതും കൊണ്ട് കല്ലുവിൻ്റെയും അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് അവരെയും കൊണ്ട് പോവാം. രണ്ടുപേരും കാണുമല്ലോ, ചിലപ്പം കല്ലു കൂടെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പോട്ടെ. എന്നെ കാത്ത് 9 മണിയായപ്പോൾ ചെല്ലുമെന്ന് പറഞ്ഞാണ്. മണി 10 മണിയായി. ഓക്കെ, പോട്ടെ. സ്കൂളും പരിസരമൊക്കെ കാണിച്ചു തരാം. ഞാൻ പഠിച്ച ക്ലാസ്സൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞോളൂ. ഇപ്പോൾ ഞാൻ ഒരുപാട് നാളായി സ്കൂളിലോട്ടൊക്കെ പോയിട്ട്. ഒരുപാട് നാളല്ല, കുറച്ച് വർഷങ്ങളായി. അപ്പം ഇത് എന്താണ്, വോട്ടിടാൻ പോകുന്നതിനെക്കാട്ടി സ്കൂളിലേക്ക് പോകുന്നു എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കൂടിയുണ്ട് കേട്ടോ. ആ ഒരു സന്തോഷമുണ്ട്. കിക്കി. അപ്പോൾ പോയിട്ട് വരട്ടെ. ബക്കോ ഉണ്ടോ വോട്ട്? എവിടെ പോണ്? തൊപ്പിയില്ലേ? തൊപ്പിയുണ്ട്. എവിടെ പോണ്? വീട്ടിൽ ഇരുന്നുണ്ടേ നിനക്ക്? അപ്പോൾ നമ്മൾ വോട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇരിക്കുകയാണല്ലേടേ. ഇപ്പം എൻ്റെ അനിയത്തി വോട്ടിട്ടിട്ട് ഇറങ്ങില്ല, അവൾ അകത്തിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഞാനും കല്ലും കൂടെ ഇങ്ങനെ വെളിയിൽ കാത്തിരിക്കുകയാണ്. അല്ലേടി കല്ലു? എൻ്റെ അമ്മച്ചടുത്ത് പെട്ടെന്ന് വരാൻ പറയാം. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ വേറെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഇലക്ഷൻ്റെ ബൂത്തായതുകൊണ്ട് നമുക്ക് മറ്റുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. എന്നാലും വെളിയിലോട്ട് മാറി വെളിയിലോട്ട് മാറുമ്പോൾ ബാക്കിയുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഇതിപ്പോൾ നമ്മൾ മെയിനായിട്ട് നിൽക്കുന്ന സ്ഥലത്താണ് ഇലക്ഷൻ ബൂത്ത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാറില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇരുന്ന് എത്ര പാഠങ്ങൾ പഠിച്ചാണെന്നറിയാവോ? ഈ മരത്തിൻ്റെ തണലത്തിരുന്ന്. ഇത്ര ബെഞ്ചില്ലായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഏറ്റവും പുറകിലോട്ടൊക്കെ ഉള്ളതൊക്കെ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. വെയിലത്ത് പോവല്ലേ? അമ്മ വീഴും. ഓട്ടിട്ടാ കാണിക്ക്. ഓട്ടിട്ട് പോവാ നമുക്ക്. ആർക്ക്? അവരെ വിളിച്ചില്ലടി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. ഇവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു പണ്ട്. ആ മരത്തിൻ്റെയൊക്കെ തണലത്ത് എന്തുമാത്രം നമ്മൾ കളിച്ച് നടന്നതാണെന്നറിയാമോ ഇവിടെയൊക്കെ. ആ ഏറ്റവും ആൾ കാണുന്ന ക്ലാസ് കണ്ടോ, അതായിരുന്നു എൻ്റെ അവസാനത്തെ പഠനം. ആ ക്ലാസ്സിലായിരുന്നു, 9ാം ക്ലാസ്. എവിടെ പോണ്? പാറുവിനെ കാണാൻ വരുന്ന. അപ്പോൾ പാറുവിനെ കണ്ടിട്ട് ഇവർ പോളു. ഓക്കെ, വോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞു. നേരെ വീട്ടിലോട്ട് വിട്ടു. തുണി മറക്കണേന്നല്ലോ അല്ലേ അവളെ? നീ വാങ്ങുന്നില്ലേ? നീ വാങ്ങ പൈസ കൊടുക്ക. എന്തിനാണ് ഇവിടെ? എടുത്തേനും കരഞ്ഞ് അവളെ വലത്തി കിടത്തരുത്. തൊണ്ട ഇങ്ങനെ താത്ത് വെച്ചിട്ടാണ് ഉണ്ണീർ ഇറക്കുന്നത്. അങ്ങനെ ഇറക്കുള്ളൂ. സൗണ്ടാക്കി ഇറക്കുള്ളൂ.
ഇപ്പൊ കഞ്ഞി കുടിച്ചോളാം വയ്യ. കഞ്ഞി കുടിക്കണ്ടേ? ഉടനെ കഞ്ഞി കുടിക്കാം. ഞാൻ അവിടെ ആയതുകൊണ്ടാണ് വേറെ കഴിക്കാൻ പറ്റാതിരുന്നത്. ഇനി പഠിത്തത്തിന് ഞാൻ ഇല്ലെങ്കിലും കൊടുക്കാം. അങ്ങനെ എൻ്റെ വോട്ട് ഞാൻ രേഖപ്പെടുത്തി. നിങ്ങളെല്ലാവരും വോട്ടിട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി കാര്യങ്ങളൊന്നുമില്ല. ഇനി കല്ലൂനെയും അനിയത്തിനെയും കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കണം. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഓക്കെ, നാളത്തെ വിശേഷങ്ങൾ കൊണ്ട് നാളെ വരാം. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ചെറിയ വീഡിയോയിൽ വെക്കുന്നത്.